കെഎസ്ആർടിസി സർവീസിനെ ചൊല്ലി LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും മൂവാറ്റുപുഴയിൽ നിന്നും ഇന്നാരംഭിച്ച ബസിന്റെ അവകാശവാദത്തെ ചൊല്ലിയാണ് ഇരു മുന്നണി പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. സർക്കാരിന്റെ അഭിവാദ്യം അർപ്പിച്ച് ബസിൽ സ്ഥാപിച്ച ഫ്ലെക്സ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടങ്ങിയത്. അരുൺ ശങ്കർ ഉണ്ട്. അരുൺ ശങ്കർ, യാത്രാ ബസ്സാണ്, ജനങ്ങൾക്ക് ഉപകാരമായ കാര്യം, ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ടുള്ള തർക്കമാണോ കയ്യാങ്കളിയിലേക്ക് എത്തിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? എന്താണ്? ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു ഫ്ലെക്സിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ കയ്യാങ്കളിയിലേക്ക് കലാശിച്ചത് എന്ന് തന്നെ വേണം പറയാൻ. ആദ്യമായിട്ടാണ് മൂവാറ്റുപുഴയിൽ നിന്ന് കല്ലൂർക്കാട് വഴി തൊടുപുഴയ്ക്കൊരു ബസ് ആരംഭിക്കുന്നത്. ആ ബസ്സിൻ്റെ ആദ്യ യാത്രയിലാണ് ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. വണ്ടിയുടെ മുന്നിലൊരു ഫ്ലെക്സ് കെട്ടിയിരുന്നു, അത് അഴിക്കുന്നതുമായി ബന്ധപ്പെട്ടത്, ആ ഫ്ലെക്സ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ LDF UDF പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് കലാശിച്ചത്. ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെയും ഉത്തരവാദിത്തമാണ്. അവർ അതിനപ്പുറത്തേക്ക് അത് ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മുൻഗണന നൽകുന്നത്. അല്ലാതെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മൂവാറ്റുപുഴ MLA മാത്യു കൊഴുനാടനും ഈ സർവീസിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ KSRTC ബസ്സിൽ ഉണ്ടായിരുന്നു. ഈ LDFനെതിരായാണ് വിമർശനം ഉന്നയിക്കുന്നത് മാത്യു കൊഴുനാടൻ. ഇതൊരു നാടകം കളിക്കലാണ് എന്നുള്ളതാണ്. എന്ത് ചെയ്താലും ഈ LDF പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സമീപനമാണ് ഉണ്ടാകുന്നത്. ഇതിനകത്ത് ആരും ക്രെഡിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ് ഭരിക്കുന്നത് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും താൻ ഇവിടുത്തെ MLA ആണെന്നുള്ളതും. അതിനു വേണ്ടിയിട്ടൊരു ഫ്ലെക്സ് വെക്കേണ്ട ആവശ്യമില്ല എന്നതാണ് മാത്യു കൊഴുനാടൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ശരി, അങ്ങനെ ബസ് റൂട്ടിനെ ചൊല്ലി അതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയാണ് ഇപ്പോൾ LDF UDF സംഘർഷം ഉണ്ടായത്. അരുൺ ശങ്കറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.